ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് എഞ്ചിനീയേഴ്സ് ഓർ ഓഫീസേഴ്സ് IOCLൻ്റെ കീഴിൽ വരുന്ന ഒരു പോസ്റ്റാണ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് എഞ്ചിനീയേഴ്സ് ആൻഡ് ഓഫീസേഴ്സ്. ഇത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആൾക്കാർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതിലേക്ക് സെലക്ഷൻ എടുത്തിരുന്നത് ഗേറ്റ് ത്രൂ ആയിരുന്നു. ഈ വർഷം ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴിയാണ് എടുക്കുന്നത്. ആൻഡ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയേഴ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൽ ഏതൊക്കെ ഡിസിപ്ലിൻസ് അപ്ലൈ ചെയ്യാമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ കെമിക്കൽ ടെക്നോളജി, കെമിക്കൽ ആൻഡ് ബയോകെമിക്കൽ പോലുള്ള ഡിസിപ്ലിൻസ് പഠിച്ചിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെയും ഡിസിപ്ലിൻസും ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയേഴ്സിൻ്റെ ഡിസിപ്ലിൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഡിസിപ്ലിൻസ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഫൈനൽ ഡിഗ്രി ഓർ മാർക്ക് ഷീറ്റ് 31 ഒക്ടോബർ 2025 നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫൈനൽ ഇയേഴ്സിനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്, ഈ ഒരു ഡേറ്റിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാവില്ല. ഈ ഒരു ഡേറ്റിനകത്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 26 ഇയേഴ്സ് ആണ്. മാക്സിമം 26 ഇയേഴ്സ്. 1 ജൂലൈ 2025 25 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനിവിടെ ഏജ് റിലാക്സേഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ജനറൽ ആണെങ്കിൽ 1 ജൂലൈ 1999 ആണ്. PWD വരുമ്പോൾ അത് 1989 ആണ്. OBC ആണെങ്കിൽ 1996, OBC PWD ആണെങ്കിൽ 1986. അങ്ങനെ ഏജ് റിലാക്സേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 5/9/2025. ഓൾറെഡി ആപ്ലിക്കേഷൻ ലൈവ് ആണ്. ആപ്ലിക്കേഷൻ ഡേറ്റ് എൻഡ് ചെയ്യുന്നത് 21/9/2025 ആണ്. ആൻഡ് അഡ്മിറ്റ് കാർഡ് 17/10 ഒക്ടോബർ 17 ആയിരിക്കും അഡ്മിറ്റ് കാർഡ്. ഏകദേശം ഒക്ടോബർ 17 ആകുമ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. ആൻഡ് ആ മന്തിൽ തന്നെ, ഒക്ടോബറിൽ തന്നെ 31 ആ ഒരു ഡേറ്റിന് അടുത്തായിരിക്കും നിങ്ങളുടെ എക്സാംസ് വരിക. അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് വിഷ്വൽ ഇമ്പയർമെൻറ്റ്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി പോലുള്ള PWD കാൻഡിഡേറ്റ്സിനും ഇതിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ 3 സ്റ്റെപ്സാണ് വരുന്നത്. ഫസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ദെൻ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും ആൻഡ് ഗ്രൂപ്പ് ടാസ്ക് ഉണ്ടാവും. പിന്നെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂവും കൂടെ ഉണ്ടാവും. ഈ 3 സെലക്ഷൻ പ്രോസസ്സാണ് ഇതിനകത്ത് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 സെക്ഷൻസാണ് ഉണ്ടാവുക. ഒറ്റ ടെസ്റ്റ് ഉണ്ടാവുള്ളൂ, പക്ഷെ 2 സെക്ഷൻസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഡൊമൈൻ നോളജ്. നിങ്ങൾ ഏത് എഞ്ചിനീയറിംഗ് ആണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ നോളജ് ഡൊമൈൻ അനുസരിച്ചിട്ടായിരിക്കും. കെമിക്കൽ ആണെങ്കിൽ അങ്ങനെ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആണെങ്കിൽ ആ ഡൊമൈനിന് കീഴിൽ വരുന്ന 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 3 ഡിസിപ്ലിൻസിനും കോമൺ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് 20 മാർക്സ്, ലോജിക്കൽ റീസണിങ് 15 മാർക്സ്, അതുപോലെ വെർബൽ എബിലിറ്റി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് 15 മാർക്സ്. ഇത്രയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്സ്റ്റിൽ വരുന്നത്. ആൻഡ് ഒരു ക്വസ്റ്റിന് 1 മാർക്കാണ് വരുന്നത്. ആൻഡ് 0.25 മാർക്സ് നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടായിരിക്കും. ഓക്കെ, ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 150 മിനിറ്റ്സ് ആണ് ടോട്ടൽ CBTയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ എക്സാം സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിൽ എക്സാം സെൻറ്റേഴ്സ് എറണാകുളം വരുന്നുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരം വരുന്നുണ്ട്. നിങ്ങൾ ടോട്ടൽ 3 ചോയ്സസ് ആണ് ആപ്ലിക്കേഷനിൽ പ്രയോറിറ്റി വെക്കേണ്ടത്. അപ്പോൾ കേരളത്തിൽ 2 എക്സാം സെൻറ്റേഴ്സാണ് ഉള്ളത്, എറണാകുളവും തിരുവനന്തപുരം. അതൊഴികെ നിങ്ങൾക്ക് ഒരു മൂന്നാമതൊരു ഓപ്ഷനും കൂടെ വെക്കേണ്ടി വരും. നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പ്രിഫറൻസ് വെക്കാവുന്നതാണ്. ആൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 85% ആണ്. അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഗ്രൂപ്പ് ടാസ്കിൻ്റെ വെയിറ്റേജ് വരുന്നത് 5%, പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെത് 10%. ഇങ്ങനെയാണ് ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത്. ദെൻ ഇവിടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വേറെ ചെയ്യാവുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു PDF നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ദെൻ ഇതിനകത്ത് നിങ്ങളുടെ
റെമ്യൂണറേഷൻ പറഞ്ഞിട്ടുണ്ട്. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 50,000 to 1,60,000 വരെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. ഇനിഷ്യൽ ബേസിക് പേ എന്ന് പറയുന്നത് 50,000 പെർ മന്ത് ആണ് വരുന്നത്. ഇതിന് പുറമെ അതർ അലവൻസസ് ഒക്കെ കൊടുക്കുന്ന മെഡിക്കൽ ഫെസിലിറ്റീസും ഗ്രാറ്റുവിറ്റിയും പോലുള്ള അതർ അലവൻസസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ഇതിൽ ബോണ്ട് ഉണ്ട്. സർവീസ് ബോണ്ട് എന്ന് പറയുന്നത് 3 years ബോണ്ടാണ് വരുന്നത്. ആൻഡ് ബോണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് ജനറലിന് 3 lakhs അതുപോലെ തന്നെ OBC, SC, ST, PWD, EWSനൊക്കെ 50,000 ആണ് നിങ്ങൾക്ക് സർവീസ് ബോണ്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുള്ളവർ മാക്സിമം വേഗത്തിൽ തന്നെ അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഈ നോട്ടിഫിക്കേഷൻ കമൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. ആവശ്യമുള്ളവർ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പം കൂടുതൽ ഇതുപോലത്തെ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.